ഹലോ വെൽക്കം ടു Aamis ഫാം 9th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ ദ ജംഗിൾ എയർ ക്രാഷിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓൾറെഡി നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റിയുടെ ഒരു ഫസ്റ്റ് പോർഷനും അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. നമുക്കിപ്പോൾ നെക്സ്റ്റ് മന്ത് എക്സാം ആവാറായി. അതിന് മുൻപായിട്ട് നിങ്ങളുടെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറ്. സോ അതിനായിട്ട് അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്ടിവിറ്റി 1. Julian followed certain measures to save herself when she was alone in the jungle. ലിസ്റ്റ് ദ മെഷേഴ്സ് ആൻഡ് സ്റ്റേറ്റ് ദ റീസൺസ്. ആ ഒരു കുട്ടി ആ ജംഗിളിൽ കാട്ടിൽ കഴിയുന്ന ആ സമയങ്ങളിൽ ഓരോ സ്ഥലത്തും ഓരോ ജീവികൾ ഉണ്ടാവും അറിയാം. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾക്ക് തന്നെ ഒരു സുരക്ഷ കൊടുത്തിരുന്നു. അതെങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് അവൾ ചെയ്തിരുന്നത്, അതിൻ്റെ കാരണങ്ങൾ കൂടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്റ്റെപ്സ് ഫോളോഡിൽ എന്തൊക്കെയാണ് കുട്ടി ചെയ്തിരുന്നത്, വൈ എന്നുള്ള പോർഷനിൽ കാരണം എഴുതുക. സ്റ്റെപ്സ് ഫോളോഡ്. പിക്ഡ് അപ്പ് എ ലോങ് സ്റ്റിക്ക്. ഒരു വലിയ വടി എടുത്തു. എന്തിനായിരിക്കും? To prop the ground to avoid poisonous spiders and ants, as the big animals are less dangerous than the small ones in the jungle. അപ്പോൾ ടു പ്രോപ്പ് ദ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ, ഗ്രൗണ്ടിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഇലകളൊക്കെ ഇങ്ങനെ മാറ്റി പരതുക എന്നൊക്കെ നമ്മൾ പറയും. എന്തിനായിട്ടാ? അവിടെ വല്ല എട്ടുകാലികൾ, വിഷമുള്ള എട്ടുകാലികൾ, ഉറുമ്പുകൾ ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അവളോട് ആ ഒരു പാരൻസ് പറഞ്ഞിട്ടുണ്ട്, എന്ത്, വലിയ മൃഗങ്ങളെക്കാൾ കാട്ടിൽ ചെറിയ ജീവികളെയാണ് പേടിക്കേണ്ടത്. കാരണം എന്താ, എല്ലാവർക്കും നല്ല വിഷമാണ്. ഇനി അടുത്തത് ലുക്ക് ഫോർവേഡ് സ്ട്രീം. സ്ട്രീം അരുവികൾക്ക് വേണ്ടിയിട്ട് അവളിങ്ങനെ നോക്കുക, വല്ല നദികളുണ്ടോ അരുവികളുണ്ടോ എന്നുള്ളത്. എന്തിനാണ്? റിവേഴ്സ് ആർ ദ റോഡ്സ് ഇൻ ജംഗിൾസ് ആൻഡ് ദ ഇന്ത്യൻ ട്രൈബ് ആൻഡ് ദ വൈറ്റ് പ്ലാന്റേഷൻ പീപ്പിൾ ലിവ് ഓൺ ദെയർ ബാങ്ക്സ്. അപ്പോൾ റിവേഴ്സ്, നമ്മുടെ അവിടെ റോഡൊക്കെ വഴികാട്ടിയായിട്ടുള്ള പോലെ കാടുകളിലെ നദികൾ, അതുപോലെ ചെറിയ അരുവികളൊക്കെയാണ് അവിടുത്തെ റോഡ് എന്ന് പറയുന്നത്. അത് തേടി പിടിച്ച് നമ്മൾ നടന്നാൽ ഈ ഒരു നമുക്കറിയാം ഓരോ നദീതീരങ്ങളിലും ഓരോ ട്രൈബ്സ്, ആദിവാസികളായാലും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ അടുത്തേക്ക് എത്താൻ പറ്റും, കുറേ തോട്ടങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാം. അതിനാണ് അരുവികൾ നോക്കി പോകാൻ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, റെസിസ്റ്റഡ് ഡെലീഷ്യസ് ലുക്കിംഗ് ഫ്രൂട്ട്. നല്ല ഭംഗി അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് തോന്നണ ഓരോ ഫ്രൂട്ട്സും ഓരോ പഴവർഗ്ഗങ്ങളും അവൾ റെസിസ്റ്റ് ചെയ്തു, വേണ്ടെന്ന് വെച്ചു. എന്തുകൊണ്ടാണ്? മെനി തിങ്സ് ദാറ്റ് ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് ടെംപ്റ്റിംഗ് ആർ പോയ്സണസ് ഇൻ ദ ജംഗിൾ. ജംഗിളിൽ കാണാൻ നല്ല ഭംഗിയുള്ളതൊക്കെ എന്തെങ്കിലും വിഷമുള്ളതായിരിക്കും. നമ്മൾ പറയില്ലേ, മിന്നുന്നതെല്ലാം പൊന്നല്ല, അതുപോലെ എന്താണ്, കാണാൻ കൊള്ളുന്നത് തിന്നാൻ കൊള്ളില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓരോ പഴഞ്ചൊല്ലുകളാണ്. നെക്സ്റ്റ്, ഓൺ ലാൻഡ് ഷീ വാക്ക്ഡ് വിത്ത് കെയർഫുള്ളി. ആ ഒരു ലാൻഡിലൂടെ എന്താണ്, ഓരോ പാതയിലും നടക്കുമ്പോൾ അവൾ സൂക്ഷിച്ച് നടന്നു. എന്തുകൊണ്ടാണ്? ദ റൂട്ടിംഗ് ലീവ്സ് കുഡ് ഹൈഡ് എ സ്നേക്ക് പോയ്സണസ് തോൺ ബാക്ക് ക്രാബ്. അപ്പോൾ അവൾക്കറിയാം, നമ്മൾ ആ സ്റ്റോറി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ നിലത്തിൽ കൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വിഷമുള്ള ക്രാബ്, ഞണ്ടുകൾ വരെയുണ്ട്. അവരുടെ കയ്യിലൊക്കെ ഇവളെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ജസ്റ്റ് അവരുടെ ഒരു തോൺ, മുള്ളൊന്ന് കുത്തിയാൽ മതി, അപ്പോൾ തന്നെ വിഷം കയറി നമ്മൾ മരിച്ചു പോവും. അതുപോലെ പാമ്പുകളും. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? സൂക്ഷിച്ച് നടന്നു. Swam only when she could get a good view ahead. A good view was necessary to understand what lay ahead. എപ്പോഴും മുന്നിലേക്കൊരു കാഴ്ച കാണുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവൾ എന്ത് ചെയ്യുള്ളൂ, നടക്കുകയാണെങ്കിലും അതുപോലെ സ്വിം ചെയ്യുകയാണെങ്കിലും ആ നദികളിലൂടെ ആ ഒരു സ്വിം ചെയ്ത് പോവുകയാണെങ്കിലും ചെയ്യുള്ളൂ. കാഴ്ച അവൾക്ക് കാണാൻ പറ്റണം. അല്ലെങ്കിൽ എന്താണ്, കണ്ണെത്താ ദൂരത്താണ് കാഴ്ചകളുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടെ എത്തില്ല നമ്മൾ. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2. We saw how Julian survived a plane crash. Like plane crashes, accident happen on road and precious lives are lost every day. What steps should we take to prevent accidents on road? അപ്പോൾ പ്ലെയിൻ ക്രാഷ് ഉണ്ടായിട്ട് നമ്മുടെ ആ ജൂലിയൻ അവിടെ സർവൈവ് ചെയ്യാണ്. എന്താ ചെയ്തത്? അവിടെ എങ്ങനെയൊക്കെയോ ആൾ നിലനിന്നു. പക്ഷേ ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ആക്സിഡൻസും ഉണ്ടാവുന്നുണ്ട്, കുറേ ആൾക്കാരുടെ ജീവനും പൊഴിഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്സാണ് ആക്സിഡൻസ് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ എടുക്കുക. അപ്പോൾ സ്റ്റെപ്സിൻ്റെ അവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, വൈ, എന്തുകൊണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്യുന്നു എന്ന് അതിലെഴുതുക. ഓൾവേസ് കീപ്പ് എ സേഫ് ഡിസ്റ്റൻസ് ഫ്രം ദ വെഹിക്കിൾ ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ മുന്നിലുള്ള വെഹിക്കിളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ്, ഒരു അകലം എപ്പോഴും പാലിക്കുക. എന്തിനാണ്? എനേബിൾ ഈസി ബ്രേക്കിംഗ്, അവോയ്ഡ്സ് കൊളീഷൻ. ഇടുക്കിലുണ്ടാവാതിരിക്കാനും അതുപോലെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടത് ഈസി ആക്കാൻ വേണ്ടിയിട്ടും. നെക്സ്റ്റ്, ഓൾവേസ് കീപ്പ് ലെഫ്റ്റ് ഓൺ ദ റോഡ്സ് വെൻ യു ഡ്രൈവ്. ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ പോയിക്കൊണ്ടിരിക്കുക. എന്തിനാണ്? ഹാവ് എ പ്രോപ്പർ വിഷൻ ഓഫ് ദ പെഡസ്ട്രെയിൻസ്. റോഡിലൂടെ നടന്നു പോകുന്ന ആൾക്കാരുടെ ഒരു പ്രോപ്പർ വിഷൻ നമുക്ക് കാണാൻ പറ്റും അവരെ. വിയർ ഹെൽമെറ്റ് ആൻഡ് സീറ്റ് ബെൽറ്റ്. ഹെൽമെറ്റ് ആയാലും, ടു വീലറിന് പോകുമ്പോൾ ഹെൽമെറ്റ്, അതുപോലെ കാറിലൊക്കെ പോകുമ്പോൾ 4 വീലർ ആണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുക. എന്തിനാണ്? റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇഞ്ചറി. അപ്പോൾ ഇപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണെങ്കിലും അതിൻ്റെ ആ ഒരു വൂൺസ് അല്ലെങ്കിൽ എന്താ പറയുക, മുറിവുകൾ ആഴത്തിലാവാതിരിക്കാൻ.
നെക്സ്റ്റ്, നെവർ ക്രോസ് ദ സ്പീഡ് ലിമിറ്റ്. സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾ പോവാതിരിക്കുക, വണ്ടി ഓടിക്കാതിരിക്കുക. പ്രോപ്പർ സ്പീഡ് വിൽ ഹെൽപ്പ് യു ടു റിയാക്ട് വെൽ ആൻഡ് എനേബിൾ ഈസി ബ്രേക്കിംഗ്. പ്രോപ്പറായിട്ട് സ്പീഡിൽ പോവുകയാണെങ്കിൽ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് ഉണ്ടായാലും നമുക്ക് ബ്രേക്ക് പിടിക്കാൻ പറ്റും. അതുമാത്രമല്ല, എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കാറിൽ നിന്ന് ചാടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കീപ്പ് എ സേഫ് ഡിസ്റ്റൻസ് ഫ്രം ദ വെഹിക്കിൾ മൂവിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അത് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ്. അപ്പോൾ അതിന് വേറൊരു റീസൺ കൂടി ഉണ്ട്. യു വിൽ ഗെറ്റ് ടൈം ടു റിയാക്ട് ഇൻ കേസ് ഓഫ് എനി അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻറ്റ്. അപ്പോൾ നമ്മൾ മെല്ലെ പോവുകയാണ്, അല്ലെങ്കിൽ ആ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് പോവുകയാണെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാലും നമുക്ക് ഇവിടുന്ന് ഒരു റിയാക്ഷൻ കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് വൺ, ഷുഡിൻറ്റ് യൂസ് മൊബൈൽ ഫോൺ. യൂസ് മൊബൈൽ ഫോൺ വിൽ ഡൈവേർട്ട് ദ അറ്റൻഷൻ ആൻഡ് കോസ് ആക്സിഡൻറ്റ്. നമുക്കറിയാവുന്ന കാര്യമാണ്. മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ പോവും. നമ്മൾ മൊബൈലിൽ സംസാരിച്ച് ചിലപ്പോൾ അവിടെ ദേഷ്യപ്പെടുകയാണെങ്കിൽ അതായിരിക്കും നമ്മൾ ആ ഒരു വണ്ടിയോട് തീർക്കുണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് പോയിട്ട് ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ആക്ടിവിറ്റി 3 നമുക്കറിയാം, ദ പ്രളയമാണ് അവിടെ കാണുന്നത്. വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ജൂലിയൻ സർവൈവ് ദ ക്രാഷ് വാസ് ഹെർ എബിലിറ്റി ടു സ്വിം ചെയ്യാൻ, നീന്താനുള്ള കഴിവാണ് അവൾ എന്ത് ചെയ്തത്, ഒരർത്ഥത്തിൽ ജൂലിയൻ ആ ക്രാഷിൽ നിന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ ഒറ്റപ്പെട്ട് നിന്നിട്ടും കുറേ രക്ഷിച്ചത്. ലുക്ക് അറ്റ് ദ പിക്ചർ ഫ്രം എ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ ഇൻ കേരള. കേരളയിൽ പ്രളയം ഉണ്ടായപ്പോഴുള്ളൊരു പിക്ചറാണിത്. വൈൽ കേരള വാസ് ഫേസിങ് ദ ഫ്ലഡ് ഡിസാസ്റ്റർ, ദ ഫിഷർമാൻ പ്രൂവ് ടു ബി റിയൽ ഹീറോസ്, റെസ്ക്യൂ മെനി ലീവ്സ്. നമ്മുടെ അവിടുത്തെ ഫിഷർമാൻസ് ഇതിൽ നിന്നൊക്കെ നല്ല എന്താ പറയുക, ഇവരൊക്കെ രക്ഷിക്കുന്ന ആൾക്കാരായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ രക്ഷാപ്രവർത്തകരായിട്ട് അവർ നല്ല രീതിയിൽ നിന്നിട്ടുണ്ട്. ലിസ്റ്റ് വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ ഫിഷർമാൻ ടു ബിക്കം ദ സേവിയേഴ്സ് ഓഫ് ഫ്ലഡ് വിക്ടം. അപ്പോൾ ഈ ഫ്ലഡിൽ, പ്രളയത്തിലുണ്ടായ കുറേ ഇരകളുണ്ടായിരിക്കും. അതിലെന്താ പറ്റുക, അവർക്ക് വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും, വയ്യാത്ത അമ്മമാരുണ്ടായിരിക്കും, ചിലർ ആ ഒരു പ്രളയത്തിൽ പെട്ട് മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഫിഷർമാൻ രക്ഷിച്ചത്, അവരുടെ എന്ത് ഫാക്ടേഴ്സാണ് അതിനെ ഹെൽപ്പ് ചെയ്തത്? എബിലിറ്റി ടു റൈഡ് ബോട്ട് അവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. സ്വിമ്മിങ് സ്കിൽസ്, അവർക്ക് നീന്താനുള്ള കഴിവ്. റെസ്ക്യൂ സ്കിൽസ്, രക്ഷപ്പെടുത്താനുള്ള കഴിവ്. നോളേജ് അബൌട്ട് ദ ടെറൈൻ ആൻഡ് ഏരിയ, ഈ ടെറൈൻ എന്ന് പറഞ്ഞാൽ ഏരിയ, ഓരോ പ്രദേശങ്ങളും ഇങ്ങനെയായിരിക്കും എന്ന അവരുടെ അറിവ്. ഇതൊക്കെയാണ് ഓരോ ആൾക്കാരും രക്ഷിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്തത്. നെക്സ്റ്റ്, ദ എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഫിഷർമാൻ സേവ്ഡ് മെനി ലീവ്സ്. മറ്റുള്ളവരോട് കരുണയുള്ള ആ ഒരു പ്രവൃത്തി, ആ ഒരു മാനസികാവസ്ഥ ഫിഷർമാനെ, ഈ മത്സ്യ തൊഴിലാളികളെ ഓരോ ആൾക്കാരും രക്ഷിക്കാൻ അവർക്ക് സാധിച്ചു. പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ദ ടോപ്പിക് കേരള ഡിസാസ്റ്റർ റിലീഫ്, ദ റൈസ് ഓഫ് ദ സൺസ് ഓഫ് ദ സീ ആസ് സൂപ്പർ ഹീറോ ഇൻ ദ ഓഷ്യൻ ഓഫ് ഹ്യൂമാനിറ്റി. അപ്പോൾ കേരളയുടെ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ആരാണ് രക്ഷിച്ചത്? നമ്മുടെ കടലിൻ്റെ മക്കളാണ് രക്ഷിച്ചത്. അപ്പോൾ അവരെ കുറിച്ചിട്ട് റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. യഥാർത്ഥ ആ ഒരു മനുഷ്യത്വം അവരിലുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. Kerala Disaster Relief, Rise of the Son of the Sea as Superheroes in the Ocean of Humanity, 15 August 2018. People were waiting to celebrate the 71st Independence Day anniversary. അപ്പോൾ 71ാമത് ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാനിരിക്കുന്ന സമയത്താണ് എന്തുണ്ടായത്? നമ്മുടെ കടലിൻ്റെ മക്കൾ, ആ ഒരു ഓഷ്യൻ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കടലോളം മനുഷ്യത്വമുള്ള ആൾക്കാർ വന്നിട്ട് ഈ ഡിസാസ്റ്റർ, ഈ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരെ രക്ഷിച്ചത്. ബട്ട് മെനി പാർട്സ് ഓഫ് കേരള വെർ വെരി ബാഡ്ലി ഫ്ലഡഡ്. അപ്പോൾ ഈ ഒരു 71ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ആ ഒരു സമയത്ത് ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ പ്രളയം നിറഞ്ഞു കിടക്കുക. ഇറ്റ് റെയിൻഡ് ആൻഡ് ദ ലെവൽ ഓഫ് വാട്ടർ വെന്റ് ഓൺ ഇൻക്രീസിങ്. ഓരോ സമയത്തും മഴ ഇങ്ങനെ കൂടി വരുന്നു, ഓരോ സ്ഥലത്തും വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈച്ച് ഡേ പീപ്പിൾ തോട്ട് ദ റെയിൻസ് വുഡ് സ്റ്റോപ്പ് ആൻഡ് തിങ് വുഡ് ബി നോർമൽ. എല്ലാ ദിവസവും ആൾക്കാർ വിചാരിക്കും, ഇന്ന് മഴ അവസാനിക്കും, ഇന്നെല്ലാം നോർമൽ ആവും എന്ന് വിചാരിക്കും. ബട്ട് ദയർ എക്സ്പെക്ടേഷൻ പ്രൂവ്ഡ് റോങ്. പക്ഷേ അവരുടെ ആ ഒരു എക്സ്പെക്ടേഷൻ എന്ത് ചെയ്തു? അത് റോങ് ആണെന്ന് തെളിയിച്ചു. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ആസ് ദ വാട്ടർ കവേർഡ് ദ ഫ്ലോർ ഓഫ് ദ ഹൗസ് പീപ്പിൾ വെന്റ് ടു ദ റൂഫ് ഓഫ് ദ ഹൗസ്. നിലങ്ങളിലൊക്കെ എന്താ പറയുക, ആ താഴ്ത്തൊക്കെ, നമ്മുടെ വീടിൻ്റെ താഴ്വാരങ്ങളിലൊക്കെ എന്താണ്, വെള്ളം നിറഞ്ഞപ്പോൾ ആൾക്കാർ വീടിൻ്റെ മുകളിലെ റൂഫിലൊക്കെ കയറിയിരുന്നു. ഓർ ടു ഹയർ ഫ്ലോർസ്, അല്ലെങ്കിൽ മുകളിലുള്ള നിലകളിലെല്ലാം കയറിയിരുന്നു. കമ്മ്യൂണിക്കേഷൻ വർക്ക് കട്ട്. അപ്പം ഫോണിൽ കോൾ ചെയ്യാൻ ഒന്നിനും പറ്റുന്നില്ല, ഒരു കമ്മ്യൂണിക്കേഷനും പറ്റുന്നില്ല. ഇലക്ട്രിസിറ്റി വാസ് ഓഫ്, കറണ്ടില്ല. നോ ഫുഡ് ടു ഈറ്റ്, ഭക്ഷണം കഴിക്കാനില്ല. ആൻഡ് നോ ഡ്രിങ്കിങ് വാട്ടർ, വെള്ളം കുടിക്കാനില്ല. കേരള വാസ് എക്സ്പീരിയൻസ് ദ വേഴ്സ്റ്റ് ഫ്ലഡ് ആഫ്റ്റർ 94 years. 94 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പ്രളയം ഉണ്ടാകുന്നത്. The July 94 flood was also disastrous. ജൂലൈ 1924, 1924 ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടായത്. റിലീഫ് ക്യാമ്പ് വേർ ഓപ്പൺഡ് ആൻഡ് പീപ്പിൾ വെന്റ് ടു ദം. ഒരുപാട് ക്യാമ്പുകൾ, ഇങ്ങനെ ആശ്വാസ ക്യാമ്പുകളൊക്കെ എന്ത് ചെയ്തു? തുറന്നു. അവിടേക്ക് ആൾക്കാർ പോയി. ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് സെൻഡ് റെസ്ക്യൂ ടീം ടു സേവ് ദ പീപ്പിൾ സ്ട്രെയിൻഡ് ഇൻ ദർ ഹോംസ്. വീടുകളിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് അവിടേക്ക് ഈ രക്ഷാപ്രവർത്തകരെ ഏൽപ്പിച്ചു. But the firemen and soldiers were not able to do much as they did not know where to go and how to get to the stranded people.
ചില ആൾക്കാർ വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കാതെ നിൽക്കുന്നുണ്ടാവും. അവരെങ്ങനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ കുറേ ഫയർമാൻസും അതുപോലെ സോൾജിയേഴ്സ്, അതിപ്പോൾ നമ്മുടെ പോലീസ് ആയാലും മിലിറ്ററീസ് ആയാലും അവരൊക്കെ നിന്നു. ഇറ്റ് വാസ് ദെൻ സൺസ് ഓഫ് ദ സീ വളണ്ടിയർ ടു ഹെൽപ്പ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത്, കാരണം വണ്ടി അങ്ങോട്ട് പോകാൻ പറ്റില്ല, പ്രളയമാണല്ലോ, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ആര് വന്നത്? നമ്മുടെ കടലിൻ്റെ മക്കൾ അവിടേക്ക് എത്തിയത്, ഇങ്ങനൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ അതിനൊക്കെ നേതൃത്വം വഹിച്ചു. ദേ ടുക്ക് ദെയർ ഫിഷിംഗ് ബോട്ട്. അവർ കടലിലേക്ക് ഇറക്കുന്ന അവരുടെ ഒരു മത്സ്യ ബോട്ടുകളെല്ലാം അവർ ഇറക്കി. ആൻഡ് വെൻ ടു പ്ലേസസ് വേർ പീപ്പിൾ വേർ സ്റ്റാൻഡഡ് ആൻഡ് വിത്ത് ഗ്രേറ്റ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ ദേ റെസ്ക്യൂഡ് ദ പീപ്പിൾ. ഒറ്റപ്പെട്ട് നിൽക്കുന്നുണ്ടാവും ആൾക്കാർ, അവിടേക്ക് അവരവരുടെ കറേജ്, ധൈര്യം വെച്ച്, ആൻഡ് ഡിറ്റർമിനേഷൻ, അവിടെ നിന്ന് ആൾക്കാരെ രക്ഷിക്കണം എന്ന ലക്ഷ്യം വെച്ച് അവരെ ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങി. ദ പിക്ചർ ഓഫ് എ ഫിഷർമാൻ ബെൻഡിങ് ഡൗൺ സോ ദാറ്റ് ദ വുമൺ കുഡ് യൂസ് ഹിസ് back as a step to get into the boat showed the kind of sacrifice they were willing to make. ഒരു ഫിഷർമാൻ, ഒരു മത്സ്യബന്ധകൻ എന്ത് ചെയ്തു? കുനിഞ്ഞു നിന്നു. കാരണം ഒരു പെൺകുട്ടിക്ക് ബോട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല. അദ്ദേഹം ഒരു സ്റ്റെപ്പായിട്ട് ആൾ കുനിഞ്ഞു നിന്ന് പുറത്ത് ചവിട്ടി കയറിക്കോ എന്ന് പറഞ്ഞു. അവിടെയൊക്കെ ആളുടെ എന്താണ് കാണുന്നത്? ആ കൈൻഡ് ഓഫ് സാക്രിഫൈസ്, എല്ലാവർക്കും വേണ്ടി എന്തും ത്വജിക്കാനുള്ള ഒരു കരുണാഭാവമാണ് നമ്മൾ കാണുന്നത്. എക്സെപ്റ്റ് ഫോർ ദ എഫേർട്ട് ഓഫ് ദി സൂപ്പർ ഹീറോ മെനി വുഡ് ഹാവ് ബീൻ ഡെഡ്. അപ്പം ഡെഡ് ചെയ്തു. കാരണം എന്താ പറയുക, ഇത്രയും കുറേ കാര്യങ്ങൾ മത്സ്യബന്ധകക്കാർ അല്ലെങ്കിൽ മത്സ്യപ്രവർത്തകർ ഇങ്ങനെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, അതിൽ കുറേ പേരൊക്കെ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിഷർമാൻസ് ചെയ്ത കാര്യങ്ങൾ കേട്ടോ. ഇനി സി ക്വസ്റ്റ്യനിൽ ഒരു ഡിസാസ്റ്റർ, ഒരു എന്താ പറയുക, ദുരന്തം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നറിയാണ്ട് ആൾക്കാർ പാനിക് ആവുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ്? എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നൊരു ബോക്സ് തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾ ടിക്ക് ചെയ്യുക കേട്ടോ. ലിസൺ ടു ഓൾ വാർണിംഗ്സ് ആൻഡ് അനൗൺസ്മെൻറ്റ് കെയർഫുള്ളി. അപ്പോൾ അത് വേണോ വേണ്ടേ, കേൾക്കണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നടന്നാൽ മതിയോ? ഇല്ല. അപ്പോൾ നമ്മൾ കേൾക്കണം എന്നുള്ളിടത്ത് ടിക്ക് ചെയ്യുക. സ്റ്റേ ഓൺ റിവർ ബാങ്ക് വെൻ ദ റിവർ ഈസ് ഇൻ ഫ്ലഡ്. ഒരു നദി പ്രളയത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ ആ നദിയുടെ അടുത്ത് പോയിട്ട് നിൽക്കാനാണ് പറയുന്നത്. തീരങ്ങളിൽ നിൽക്കാൻ പാടോ? ഇല്ല. അപ്പോൾ ഡോണ്ടിൽ ടിക്ക് ചെയ്യുക. വാക്ക് ഓർ ഡ്രൈവ് അക്രോസ് ദ ഫ്ലോയിങ് ഫ്ലഡ് വാട്ടർ. പ്രളയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എതിരെ നടന്നു പോവുക, അങ്ങനെ ചെയ്യാൻ പാടോ? ഇല്ല, ഡോണ്ട്. ക്യാരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്, പേഴ്സണൽ ഐറ്റംസ് ആൻഡ് വാല്യൂബിൾ അപ്സ്റ്റെയർസ് ഓർ ടു ബി സേഫ് ഓർ പ്ലേസ് ഡ്യൂറിങ് ഫ്ലഡ്. ഒരു ഫ്ലഡ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ആദ്യം എടുക്കുക, പേഴ്സണൽ ഐറ്റംസ് എടുക്കുക, എന്നിട്ട് ഒന്നുമില്ലെങ്കിൽ മുകളിലത്തെ നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു സേഫായ പ്ലേസിലേക്ക് പ്രളയത്തിൽ നിന്ന് മാറി നിങ്ങൾ നിൽക്കുക വേണമല്ലോ. അപ്പോൾ ഡു. സീക്ക് ഹെൽപ്പ് ഫോർ അതേഴ്സ് വെൻ യു ആർ ഇൻ നീഡ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കാം. സീക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സെർച്ച് ചെയ്യുക. അത് ഡു. ഇനി ടേക്ക് ആസ് മെനി തിങ്സ് ആസ് പോസിബിൾ ഫ്രം ഹോം വൈൽ എസ്കേപ്പിംഗ് ഫ്രം ഫ്ലഡ്. പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് അത്യാവശ്യമായ എല്ലാ സാധനങ്ങളും എടുത്തു കൊണ്ടുപോകാനാണ് പറയുന്നത്. ടേക്ക് ആസ് മെനി തിങ്സ്, കുറേ സാധനങ്ങൾ എടുത്തിട്ട് പോകാൻ. അങ്ങനെ നിൽക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. അപ്പോൾ ഡോണ്ട്. ഡി ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഇൻ ദ ക്ലാസ് ദ അതർ ഡൂസ് ആൻഡ് ഡോണ്ട് വി നീഡ് ടു ഫോളോ ഡ്യൂറിങ് എ കലാമിറ്റി. ഒരു ദുരന്തം വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ള ഇതിൽ എഴുതാത്ത കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദർ ആർ മെനി ഡൂസ് ആൻഡ് ഡോൺസ് വി നീഡ് ടു ഫോളോ ഡ്യൂറിങ് എ കലാമിറ്റി. നമുക്ക് ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടും ചെയ്യാൻ പാടില്ലാത്തതായിട്ടും ഉണ്ട്. ഇൻ എ കലാമിറ്റി ദ ഫസ്റ്റ് പ്രിഫറൻസ് ഈസ് ഫോർ ദ ലൈഫ് ഓഫ് പീപ്പിൾ. ഒരു ദുരന്തം ഉണ്ടായാൽ ആദ്യം നമ്മൾ പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കേണ്ടത് ആർക്കാണ്? നമ്മുടെ ജീവനാണ്. ഇൻ എ കലാമിറ്റി വി ഷുഡ് നോട്ട് പാനിക്. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ആകെ പാനിക്കായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ടെൻഷനിൽ നിൽക്കാൻ പാടില്ല. വി ഷുഡ് കീപ്പ് അവർ ഹെഡ് കൂൾ ആൻഡ് തിങ്ക് ഓഫ് ദ വേ സേവിങ് അവർ ലിവ്സ് ഫസ്റ്റ്. നമ്മൾ കൂളായിട്ട് നിന്നിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ജീവൻ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. ആൻഡ് ദെൻ അവർ ഡോക്യുമെൻറ്റ്സ് ആൻഡ് അതർ എസെൻഷ്യൽ തിങ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയാലോ, അതെല്ലാം. ഇഫ് യുവർ ക്ലോത്ത് ക്യാച്ച് ഫയർ ഡോണ്ട് റൺ. നിങ്ങളുടെ ശരീരത്ത് തുണികളിലെ തീ പിടിക്കുകയാണെങ്കിൽ ഓടാൻ നിൽക്കരുത്. ഫോൾ ടു ദ റൗണ്ട് ആൻഡ് റോൾ. നിലത്ത് കിടന്ന് ഇങ്ങനെ കിടന്ന് ദിസ് വിൽ എക്സ്റ്റിങ്ക്വിഷ് ദ ഫ്ലെയിം. ആ തീ അവിടെ കെട്ടുപോകും. ഇഫ് യു റൺ ദ ഫയർ വിൽ ബേൺ മോർ സ്ട്രോങ്ലി. നമ്മൾ ഓടുകയാണെങ്കിൽ ഫയർ തീ ഒന്നും കൂടി സ്ട്രോങ്ലി ആയിട്ട് വരിക ചെയ്യാം. ഇഫ് ദർ ഇസ് എ ഗ്യാസ് ലീക്ക് ഇൻ ദ ഹൗസ്. ഗ്യാസിൻ്റെ എന്തെങ്കിലും ലീക്ക് നമ്മുടെ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ ലീവ് ഓൾ ദ വിൻഡോസ് ആൻഡ് ഡോർ വൈഡ് ഓപ്പൺ ഫോർ ദ ഗ്യാസ് ടു ഗോ ഔട്ട്. എപ്പോഴും ജനലകളെല്ലാം നമ്മൾ തുറന്നിടുക, അപ്പോൾ ആ ഗ്യാസ് അങ്ങനെ പുറത്തേക്ക് വരും എന്തെങ്കിലും ലീക്കേജ് ഉണ്ടാവുകയാണെങ്കിൽ. നെവർ ലൈറ്റ് എ മാച്ച് ഓർ പുട്ട് ഓൺ എ സ്വിച്ച് ഇൻ എ റൂം ഫിൽഡ് വിത്ത് ഗ്യാസ്. ഗ്യാസ് ലീക്കേജ് ഉണ്ടെങ്കിൽ ഒരിക്കലും തീപ്പെട്ടി കത്തിക്കരുത്, ഏതെങ്കിലും ഇലക്ട്രിക്കൽ സ്വിച്ച് ഓൺ ആക്കുകയും ചെയ്യരുത്. ഇഫ് ദ ഹൗസ് ഈസ് ഓൺ ഫയർ റൺ ഔട്ട് ആൻഡ് സീക്ക് ഹെൽപ്പ്.
വീടിന് തീ പിടിച്ചു കഴിഞ്ഞാൽ വേഗം വീട്ടിൽ നിന്ന് ഓടിയിട്ട് ആരുടെയും ഹെൽപ്പ് ചോദിക്കുക. വെനെവർ പോസിബിൾ ഗിവ് ഫസ്റ്റ് എയ്ഡ് ടു ദ വിക്ടിം ആൻഡ് ദെൻ റഷ് ഹിം ടു എ ഹോസ്പിറ്റൽ. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്താ വേണ്ടത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വേഗം ആ ഒരു വിക്ടമിനെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇരയ്ക്ക് അത് സംഭവിച്ച ആൾക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഇൻ എ കലാമിറ്റി നെവർ ലോസ് യുവർ ഹെഡ് ബട്ട് ആക്ട് വൈസ്ലി. ഒരിക്കലും നിങ്ങൾ തലപൊകഞ്ഞ് ആലോചിക്കരുത്, പക്ഷെ ചിന്തിക്കണം, നല്ല രീതിയിൽ ചിന്തിച്ച് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുക. National Disaster Management Authority is conducting a webinar on the topic how to stay safe from natural disaster. Based on the point list, prepare a വെബിനാർ. അപ്പോൾ ഒരു വെബിനാർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്തിനെ പറ്റിയിട്ടാണ്, എന്തെങ്കിലും ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ സേഫായിട്ട് നിൽക്കുക. അപ്പോൾ വെബിനാർ ഈസ് എ സെമിനാർ കണ്ടക്ട് ഓൺ ദ ഇൻ്റർനെറ്റിൽ നടത്തുന്ന ഒരു സെമിനാറാണ് ഈ ഒരു വെബിനാർ എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് അതിലും നമ്മൾ എഴുതുന്നുണ്ട് കേട്ടോ. ആ സെമിനാറിൽ ഈ ഒരു നമ്മൾ എഴുതിയില്ല എങ്ങനെയൊക്കെയാണ് നമ്മൾ സേഫായിട്ട് നിന്ന് ഓരോ ഡിസാസ്റ്റർ ഉണ്ടായപ്പോൾ അത് തന്നെയാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ പക്ഷേ ചോദിച്ചിരിക്കുന്നത് നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, എക്സാമ്പിൾ ഞാൻ പറയാം, ഫ്ലഡ് സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ അതേ ആൻസർ നിങ്ങൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാം കേട്ടോ, കുഴപ്പമില്ല. ഇനി ഫ്ലഡ് സിറ്റുവേഷൻ വന്നാൽ അതൊരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണല്ലോ എന്ന് പറയുമ്പോൾ പ്രകൃതി ദുരന്തമാണ്. അപ്പോൾ ഒബൈ ഓർഡേഴ്സ് ബൈ ഗവൺമെൻറ് ആൻഡ് ഷിഫ്റ്റ് ടു എ സേഫർ പ്ലേസ്. ഗവൺമെൻറ്റിൻ്റെ ഓർഡറൊക്കെ അനുസരിച്ച് നമ്മൾ എന്ത് വേണം, ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് പോവാം. ബി അറ്റ് എ സേഫ് പ്ലേസ് ആൻഡ് ട്രൈ ടു കറക്റ്റ് ഇൻഫോർമേഷൻ. അവിടെ ഇരുന്നിട്ട് കറക്റ്റ് ഇൻഫോർമേഷൻസ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാം. സ്വിച്ച് ഓഫ് ദ ഇലക്ട്രിക്കൽ സപ്ലൈ, ഡോണ്ട് ടച്ച് ഓപ്പൺ വയേഴ്സ്. ഈ ഒരു പ്രളയം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം വെള്ളം ഇലക്ട്രിസിറ്റിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. അപ്പോൾ എല്ലാ സ്വിച്ചസും ഓഫൊക്കെ ചെയ്ത് അത് ഓൺ ചെയ്യാനോ ഒന്നിനും പോകരുത്. അതുപോലെ ഓപ്പൺ ആയിട്ടുള്ള വയേഴ്സ് ഉണ്ടാവും, കാരണം അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. നമ്മൾ സേഫായിരിക്കുക. ഡോണ്ട് ഗെറ്റ് ക്യാരിഡ് അവേ ബൈ റൂമേഴ്സ് ആൻഡ് ഡോണ്ട് സ്പ്രെഡ് റൂമേഴ്സ്. എന്താണ്, ഓരോ ആൾക്കാർ ഓരോന്ന് പറയുന്നത് കേട്ട് അതൊന്നും നമ്മൾ പരത്തരുത്. ഇങ്ങനെ സംഭവിച്ചു, പുറത്തേക്ക് ഇറങ്ങാൻ കുഴപ്പമൊന്നുമില്ല എന്ന് ഗവൺമെൻറ് ഓർഡർ പറഞ്ഞു, ഇല്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പരത്തരുത്. ഇനി അവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സ്വിച്ച് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഗ്യാസ് അപ്ലയൻസസ് ആൻഡ് ടേൺ ഓഫ് ദ മെയിൻ തന്നെ ഓഫ് ചെയ്യുക. ക്യാരി യുവർ എമർജൻസി കിറ്റ് ആൻഡ് ലെറ്റ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നോ വോ യു ആർ. എന്ത് വേണം, എമർജൻസി കിറ്റ് നമ്മൾ എന്തെങ്കിലും കൈപിടിക്കണം. അതുമാത്രമല്ല, എമർജൻസി കിറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് വയ്യായ വന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും മെഡിസിൻസ് കയ്യിൽ വേണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഫാമിലിയിലെ മെമ്പേഴ്സ് ആരെങ്കിലും നിങ്ങളെ തിരഞ്ഞു വരുമ്പോൾ ഒരു ടോർച്ച് പിടിക്കുക, നിങ്ങളിവിടെ ഉണ്ട് എന്നുള്ള സിഗ്നൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ, നമ്മുടെ ബുദ്ധിപൂർവ്വം നമ്മളത് എഴുതണം. അവോയ്ഡ് കോൺടാക്ട് വിത്ത് ഫ്ലഡ് വാട്ടർ ആസ് ഇറ്റ് മേ ബി കണ്ടാമിനേറ്റഡ്. നമുക്കറിയാം പ്രളയ വെള്ളം എന്ന് പറയുന്നത് ആകെ അഴുക്ക് വരേണ്ട ഒരു വെള്ളമായിരിക്കും, അപ്പോൾ വൃത്തി ഉണ്ടാവില്ല, അതാണ് കണ്ടാമിനേറ്റഡ്. അതിൽ നിന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യാതിരിക്കുക, കാരണം ആ വെള്ളം യൂസ് ചെയ്യാനോ ആ വെള്ളമായിട്ടൊരു കോൺടാക്ട് വെക്കാതിരിക്കുക. ഇഫ് യു ഹാവ് ടു വോക്ക് ഇൻ സ്റ്റാൻഡിങ് വാട്ടർ യൂസ് എ പോൾ ഓർ സ്റ്റിക്ക് ടു എൻഷുർ ദാറ്റ് യു ആർ സേഫ്. അപ്പോൾ ഇനിയിപ്പോൾ സപ്പോസ് നമുക്ക് വെള്ളത്തിലൂടെ നടക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു വടി എങ്ങാനും കൈ പിടിച്ച് നടക്കുക, കാരണം വെള്ളത്തിനുള്ളിലായാലും എന്താ ഉള്ളതൊന്നും നമുക്കറിയില്ല. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ആണ്. ലെറ്റ്സ് റീഡ് ദ ന്യൂസ് പേപ്പർ ഓഫ് ജൂലിയൻ സർവൈവൽ ദറ്റ് അപ്പിയർഡ് ഈസ് വൺ ഓഫ് ദ പ്രൊമിനൻറ്റ് ന്യൂസ് പേപ്പർ. അപ്പോൾ ന്യൂസ് പേപ്പർ എഴുതാനൊക്കെ നമുക്കറിയാം, അതിലെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. അപ്പോൾ നമ്മളത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ എന്തായാലും ഈ ന്യൂസ് പേപ്പർ ഒന്ന് വായിക്കുക കേട്ടോ. ഹെഡിങ് വേണം, ബൈ ലൈൻ, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരാണ് എഴുതിയത്, എന്നാണ് എഴുതിയത്, ഡേറ്റ് ലൈൻ, പിന്നെ ലീഡ്, ഫസ്റ്റ് ഒരു ഓപ്പണിംഗ്, ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും, പിന്നെ ബോഡി വിശദമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയും, എന്നാണ്, എപ്പോഴാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത്, അവസാനം ഒരു കോട്ട്. അപ്പോൾ ഇങ്ങനെ വന്നാലും നിങ്ങൾ തളരരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞ സിറ്റുവേഷനും നമ്മൾ മുന്നോട്ട് പോകണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒരെണ്ണം കൊടുക്കാം. ഓക്കെ, ഇനി ആ ന്യൂസ് പേപ്പറിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലെറ്റ്സ് നൗ അനലൈസ് ദ ന്യൂസ് റിപ്പോർട്ട് ആൻഡ് ഫിൽ ഇൻ ഓൾ ഇറ്റ്സ് എലമെൻറ്റ്സ്. അപ്പോൾ ഹെഡ്ലൈൻ എങ്ങനെയാണ്, ക്യാച്ചിയാണ്. എക്സാമ്പിൾ എഴുതി മിറാക്കിൾ ഹാപ്പൻ, അതായിരുന്നു അടുത്ത ഹെഡ്ലൈൻ. ഇനി ബൈ ലൈൻ എന്താണെന്ന് എഴുതുക, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതുക, അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് ബൈ ലൈൻ. പിന്നെ ഡേറ്റ് ലൈൻ കൊടുക്കുക, അതിൻ്റെ ഫംഗ്ഷൻ എന്തിനാണ് ഡേറ്റ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ലീഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത്, ബോഡിയിൽ എന്തൊക്കെയാണ് വരുന്നത്, കോട്ടിൽ എന്തൊക്കെയാണ് വരുന്നത്, എന്തിനെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്, അതെല്ലാം ഒന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ബൈ ലൈൻ റെലവൻ്റ് ആണ്, സ്റ്റാഫ് റിപ്പോർട്ടർ, അവിടുത്തെ റിപ്പോർട്ടർ ആയിട്ടുള്ള ആളാണ് എഴുതണത്. ഡേറ്റ് ലൈൻ റിയൽ ആയിരിക്കണം, അന്നത്തെ ഡേറ്റ് തന്നെ ആയിരിക്കണമല്ലോ, January 4, 1971. ആ ഒരു ന്യൂസ് പേപ്പർ നോക്കിയിട്ടാണ് ഇതിലെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ കോളം നമ്മൾ ഫില്ല് ചെയ്യണം കേട്ടോ.
പിന്നെ എന്താണ് അതിൻ്റെ ഉപകാരം എന്നുള്ളത് ആ സെൻട്രൽ പോർഷൻ നമ്മൾ ഫില്ല് ചെയ്യാം. പിന്നെ ലീഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആരാണ്, എന്താണ്, എങ്ങനെയാണ്, വാട്ട്, ഹൂ, വേർ, വൈ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ അതിലെന്താണ് പ്ലെയിൻ ക്രാഷ് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ പ്ലെയിൻ എന്താണ് അവിടെ ഇടിച്ചതാണ് അല്ലെങ്കിൽ പ്ലെയിൻ തകർന്നതാണ് എന്നൊക്കെ പറയും. ഇനി ഹൂ ആരാണ് അവിടെ, ജൂലിയൻ ആണ്. വേർ എവിടെ വെച്ചിട്ടാണ്, ആമസോൺ ഫോറസ്റ്റിൽ വെച്ചിട്ട്. വൈ പ്ലെയിൻ ഹിറ്റ് എ സ്റ്റോം ഒരു എന്താണ് ചുഴലിക്കാറ്റായിട്ട് എന്ത് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റായിട്ട് അതൊന്ന് ഹിറ്റ് ചെയ്തതാണ്. പിന്നെ വേർ അതന്നെ. പിന്നെ വിച്ച് ഏതാണ് അവർ പോയത് ഫ്ലൈറ്റിലല്ലേ, അപ്പോൾ ആ ഫ്ലൈറ്റിൻ്റെ കാര്യം എഴുതുക, ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചു. ഓക്കെ. ബോഡിയിൽ എന്താ എഴുതുക, തീം ഓഫ് റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്താണ്. ഷീ ഈസ് എ 16-year-old ഗേൾ ഹു വാസ് ദ ഓൺലി സർവൈവർ ഓഫ് ലാൻസ 508 പ്ലെയിൻ crashed in Amazon forest. Who was the only survivor of Lanza 508 പ്ലെയിൻ ക്രാഷ്ഡ് ഇൻ ആമസോൺ ഫോറസ്റ്റ്. അത് തന്നെയാണ് ആ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. ഒന്നുമില്ല, ഒരു 16 വയസ്സായ കുട്ടിയുടെ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. ആളെന്താണ്, ഒരു സർവൈവറാണ്. ഓക്കെ. അപ്പോൾ ഏത് ഫ്ലൈറ്റിലാണ് പോയിരുന്നത്, ലാൻസ 508 പോയിരുന്നത്. അവിടെ വെച്ചിട്ടായിരുന്നു, ആമസോൺ ഫോറസ്റ്റിൽ വെച്ചിട്ടായിരുന്നു അത് ഹിറ്റ് ചെയ്തത്. പാസഞ്ചേഴ്സ് വർ കിൽഡ് ഇൻ ദ ക്രാഷ്. അപ്പോൾ എന്താണ് വർ കിൽഡ് എന്ന് പറഞ്ഞാൽ പാസ്ഡ് അവേ എന്ന് എഴുതിയാലും മതി കേട്ടോ. അതിലുണ്ടായിരുന്ന ബാക്കി എല്ലാ യാത്രക്കാരും മരിച്ചു പോയിരുന്നു. ഈ കുട്ടി മാത്രം സർവൈവ് ചെയ്തു. സർവൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ അതിജീവിച്ചു. പിന്നെ എന്തെങ്കിലും ഒരു കോട്ട് കൊടുക്കുക, റിമാർക്സ് ഓഫ് റിപ്പോർട്ടറിൻ്റെ വകയായിട്ട് എന്തെങ്കിലും ഒരു സെൻറ്റൻസ്. ആൻ എക്സാമ്പിൾ ഓഫ് അൺമാച്ച്ഡ് ഡിറ്റർമിനേഷൻ. Next is C part. Fishermen who rescued the lives of thousands of flood victims were honored by the government of Kerala for their selfless brave deeds. You were one of the news reporters present at the event. Prepare a news report highlighting the service of the fishermen. മത്സ്യത്തൊഴിലാളികൾ സെൽഫായിട്ട് അവരുടെ ലൈഫ് നോക്കാതെ അവർ ധൈര്യപൂർവ്വം അവർ ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നടന്നു. ഡീഡ്സ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നടന്നു. ബ്രേവ് ധൈര്യത്തോടെ. എന്തിനാണ്, പ്രളയത്തിലെ വിക്ടംസ്, പ്രളയത്തിലെ ഇരകളെ രക്ഷിക്കാനായിട്ട്. അപ്പോൾ ഗവൺമെൻറ് അവരെ ആദരിക്കുക, ഹോണർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മളുണ്ടായിരുന്നു അവിടെ ഗവൺമെൻറ് അത് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് റിപ്പോർട്ട് ന്യൂസ് പേപ്പറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കോട്ട്, ബൈ ലൈൻ, ഡേറ്റ് ലൈൻ, ബോഡി ഇതെല്ലാം ഉൾപ്പെടുത്തി എഴുതുക. ഹെഡിങ് വേണം. ഹെഡിങ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് സൺ ഓഫ് സീ റെസ്ക്യൂഡ് ദ ഫ്ലഡ് വിക്ടം. ആ ഒരു പ്രളയത്തിലെ ഇരകളായിട്ട് മാറിയ ആൾക്കാരെ ധൈര്യപൂർവ്വം അവിടെ നിന്ന് രക്ഷിച്ച ആരാണ്, നമ്മുടെ കടലിൻ്റെ മക്കൾ. മെനി പീപ്പിൾ ഡൈഡ് ഇൻ ദ ഓഗസ്റ്റ് 2018 ഫ്ലഡ്. അപ്പോൾ ഇതിന് മുൻപായിട്ട് നിങ്ങൾ സ്ഥലം കൊടുക്കുക കേട്ടോ. ഞാൻ കൊടുത്തിട്ടില്ല, ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ കൊടുക്കുക, എന്നിട്ട് 2 ഡോട്ട് ഇടുക. മെനി പീപ്പിൾ ഡൈഡ് ഇൻ ദ ഓഗസ്റ്റ് 2018 ഫ്ലഡ് ദാറ്റ് റെവേക്ഡ് കേരള. Hundreds more would have died if the fishermen of Kerala had not rescued them. അപ്പോൾ കുറേ ആൾക്കാർ മരിച്ചു. ഒരു 100 പേര് അല്ലെങ്കിൽ 100 ഇരട്ടി ആൾക്കാർ ഇനിയും മരിക്കുമായിരുന്നു ഈ ഒരു മത്സ്യത്തൊഴിലാളികൾ അവരെ വന്ന് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ. On 17th August, 132 fishermen with 22 boats left the coast of Marinad after they were requested to help by the officers of Chief Minister and the District Collector. അപ്പോൾ ചീഫ് മിനിസ്റ്ററും ഡിസ്ട്രിക്ട് കളക്ടേഴ്സിൻ്റെ ഓഫീസേഴ്സൊക്കെ വന്നിട്ട് ഇവരോട് പറയായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു, 132 ഫിഷർമാൻസ് മത്സ്യത്തൊഴിലാളികൾ 22 ബോട്ട് എടുത്ത് രക്ഷിക്കാൻ ഇറങ്ങി. When the news came of the rising water level in Chengannur area, many fishermen decided not to go to the sea to catch fish. അപ്പോൾ അവിടെ ഇങ്ങനെ ഫ്ലഡ് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെങ്ങണ്ണൂർ ഏരിയയിലേക്ക് അവർ ബോട്ട് എടുത്ത് കടലിലേക്ക് പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു. ഇൻസ്റ്റെഡ് ദേ ഹെഡഡ് ടുവേർഡ്സ് ചെങ്ങണ്ണൂർ ടു ഹെൽപ്പ് ദ ഫ്ലഡ് വിക്ടം. അതിന് പകരം അവർ ചെയ്തത് എന്താണ്, ചെങ്ങണ്ണൂർ പ്രളയബാധിതരായ ആൾക്കാരുടെ ഇടയിലേക്ക് അവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. The fishermen were fully engaged in the rescue operation and they did their very best to save the lives of people. എല്ലാവരും ഈ ഒരു ഓപ്പറേഷൻസിൽ എൻഗേജ് ആയിരുന്നു. അതുമാത്രമല്ല അവർ അവരുടെ ഏറ്റവും മാക്സിമം തന്നെ കൊടുത്തു. ഫിഷർമാൻ ഇൻ അതർ ഫ്ലഡഡ് ഏരിയാസ് ആൾസോ ഡിഡ് ദ സെയിം. ബാക്കി എല്ലാ ഏരിയയിലുള്ള മത്സ്യത്തൊഴിലാളികളും ഇത് തന്നെയാണ് ചെയ്തത്. They even spent their own money for the rescue operation and never waited for any help to repair or refuel their boats. അവരുടെ ക്യാഷ് തന്നെ എടുത്തിട്ടാണ് ഓരോ ആൾക്കാർ രക്ഷിക്കാൻ ഇറങ്ങിയത്. അവരുടെ റീഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഇതിൽ ഇന്ധനം കുറഞ്ഞു കഴിഞ്ഞാലും ആരെയും ഹെൽപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ തന്നെ ക്യാഷ് എടുത്തിട്ടാണ് ഇന്ധനം നിറച്ച് ഇവരൊക്കെ രക്ഷിക്കാൻ ഓടുന്നത്. ആസ് എ സൈൻ ഓഫ് ഷോയിങ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദെയർ സെൽഫ്ലെസ് സർവീസ് ദേ വർ ഫെലിസിറ്റേറ്റഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ. അപ്പോൾ അവർക്ക് എന്താണ്, അവർ ചെയ്ത ആ ഒരു പ്രവൃത്തിക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറച്ചൽ എന്നുള്ള നിലയ്ക്കാണ് ചീഫ് മിനിസ്റ്റർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈച്ച് ഓഫ് ദം വാസ് എ
പൊന്നാട ഇൻ അപ്രിസിയേഷൻ ഓഫ് ദ സെൽഫ്ലെസ്. എല്ലാവർക്കും എന്ത് കൊടുത്തൊരു പൊന്നാട കൊടുത്തു. നമ്മൾ പറയില്ല പൊന്നാട അണിയുക. സർവീസ് ടു ദ ഫ്ലഡ് വിക്ടിം. എന്തിനായിട്ടാണ്? സെൽഫ്ലെസ്, സ്വന്തം കാര്യം നോക്കാതെ ചെയ്ത ഓരോ സർവീസിനും ഓരോ പ്രവർത്തികൾക്കും. ദിസ് ഫിഷർമാൻ റിസ്ക് ദെയർ ലിവ്സ് ടു സേവ് ദ ലിവ് ഓഫ് അതർ. സ്വന്തം ജീവൻ ഈ ഒരു റിസ്ക് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങി. These fishermen risk their lives to save the lives of others. We have to learn a lot from their selfless service. ഇതുപോലെയുള്ള അവരുടെ ഓരോ പ്രവർത്തികൾക്കും, സ്വന്തം കാര്യം നോക്കാതെ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും അവരിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. The Chief Minister praised them as the real heroes of Kerala who would be remembered gratefully not only by the people who were rescued by them but the entire people of Kerala. ആരെയാണോ ഇവരെ പോയി രക്ഷപ്പെടുത്തിയത് അവർ മാത്രമല്ല ഈ ഒരു മത്സ്യത്തൊഴിലാളികളെ ആലോചിക്കുക. അതല്ലാതെ ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരും, കേരളത്തിലെ എല്ലാ ആൾക്കാരും ഇവരെ ആലോചിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ വാചാലമായി പുകഴ്ത്തി. റിമെമ്പർ, sometimes in newspaper in addition to the date line a place line will also be used. ചില സമയത്ത് എന്താണ് നമ്മൾ ഡേറ്റ് മാത്രമല്ല പ്ലേസും കൊടുക്കും. നമ്മൾ മിക്ക ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലും നമ്മൾ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്ലേസ് കൊടുക്കുക. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ചാപ്റ്ററിലെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് പോർഷൻ നമ്മൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണാനായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ. താങ്ക്